ഇതാണ് ഫ്ലൈറ്റ് റഡാർ. അതായത് ഇതൊരു ആപ്പാണ്. ലോകത്തുള്ള എല്ലാ വിമാനങ്ങളുടെയും സഞ്ചാരം തത്സമയം ലൈവായിട്ട് കാണിച്ചു തരുന്ന ഒരു ഗ്ലോബൽ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സർവീസാണിത്. ഇത് ADS സാങ്കേതിക വിദ്യ എന്ന് പറയും. നമ്മുടെ വിമാനങ്ങളിൽ നിന്നുള്ള സിഗ്നൽ ഉണ്ടല്ലോ, ഓട്ടോമേറ്റഡ് ഡിപെൻഡൻറ്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. പിടിച്ചെടുക്കാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം 30,000-ലധികം റിസീവറുകൾ ഈ ആപ്പിനുണ്ട്. നമ്മുടെ എല്ലാ വിവരങ്ങളും നമുക്കൊരു വിരൽ തുമ്പിൽ ക്ലിക്ക് ചെയ്താൽ വിമാനത്തിൻ്റെ സ്പീഡ്, അതിൻ്റെ ഉയരം, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, വിമാനത്തിൻ്റെ പഴക്കം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ ആപ്പിലുണ്ട്. ഇതൊരു 3D ഉണ്ടല്ലോ, നമ്മളെ 3D ഇമേജിൽ നമുക്ക് കിട്ടും. വിമാനത്തിൻ്റെ കോക്പിറ്റിൽ ഇരിക്കുന്ന പൈലറ്റ് കാണുന്ന അതേ കാഴ്ച നമ്മുടെ ഫോണിൽ 3D ആയിട്ട് കാണാൻ സൗകര്യമുണ്ട് ഈ ഫ്ലൈറ്റ് ആപ്പിന്. പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു വിമാനം അടിയന്തര ലാൻഡിങ്ങോ അപകടത്തിലാവുകയോ ചെയ്താൽ ഇതിൽ ചുവപ്പ് കളറിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ഓഗ്മെൻറ്റ് റിയാലിറ്റി ഫീച്ചർ, അതായത് ആകാശത്ത് വിമാനം പോകുന്നത് കണ്ടാൽ കണ്ടാൽ നമ്മൾ ഫോൺ അങ്ങോട്ട് ചൂണ്ടിയാൽ മതി, ഏത് വിമാനമാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഈ ആപ്പിൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളെ പിന്നെ ഭൂപടത്തിലുള്ള മാറ്റങ്ങളുണ്ടല്ലോ, അതായത് യുദ്ധം, പ്രകൃതിക്ഷോഭം, വിമാനങ്ങൾ റൂട്ട് മാറുന്നതൊക്കെ നമുക്ക് ഈ ആപ്പ് വഴി നമുക്ക് നിരീക്ഷിക്കാം. ഇത് പെയ്ഡ് വേർഷനും ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്. ഇപ്പം നമ്മുടെ തലക്ക് മുകളിലൂടെ ഒരു വിമാനം പോകുമ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത്, അത് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയാൻ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിരിക്കൊന്നും വേണ്ട. ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇതിൽ കാണുന്ന ഈ വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇത് സ്ക്രീൻ റെക്കോർഡാണ് ഇതിൻ്റെ. ആ കാണുന്ന ഗോൾഡൻ കളറുള്ളത് വിമാനങ്ങളാണ്. അത് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തിൻ്റെ വിമാനമാണ്, എങ്ങോട്ടാണ് പോകുന്നതൊക്കെ അതിൽ കാണാം. വിമാനത്തിൻ്റെ കോഡ് കാണാം. അതിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്ലൈറ്റുകൾ നിറഞ്ഞു നിൽക്കുക. ആ ഒഴിഞ്ഞ സ്ഥലത്ത് എന്താണെന്നറിയോ, അവിടെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള റൂട്ടുകളിലൊക്കെ ഫ്ലൈറ്റ് മാറിയിട്ട് പോവുകയാണ്. ആ റൂട്ടിൽ നിന്ന് മാറിയിട്ട് പോവുകയാണ്. അത് കുറേ നമുക്ക് ഫ്യൂവലിൻ്റെ ചാർജ് കൂടും, ഒരുപാട് വിഷയങ്ങൾ അതിൽ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ നേരിടുന്നുണ്ട്. കാരണം ഈ റൂട്ടിൽ നിന്ന് മാറിയിട്ട് തുർക്കി, സൗദി വഴിയാണ് ഫ്ലൈറ്റുകളൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ധനച്ചെലവ് കൂടും. ഇന്ധനച്ചെലവ് കൂടുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ടിക്കറ്റിൻ്റെ വില കൂടും. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത്